നമസ്തേ. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ആരവം, തെരഞ്ഞെടുപ്പ് വരാനുള്ള മുഴക്കം, ഇടിമുഴക്കം തുടങ്ങി. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 10,000 പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം വാർഡുകൾ, ഗ്രാമപഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് വരെ വാർഡുകളെല്ലാം കൂടി എടുത്താലും 10,000-25,000 കൂടുതൽ വാർഡുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഒരു വാർഡിൽ BJP, കോൺഗ്രസ്, CPM, അങ്ങനെ ഇടതുപക്ഷം, വലതുപക്ഷം, BJP അങ്ങനെ നിന്നാൽ പോലും 3 പേര്, പിന്നെ ശരാശരി 10 പേരെങ്കിലും ഒരു വാർഡിൽ നിൽക്കും. അപ്പോൾ 2-2.5 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോവുകയാണ്. മിക്കവാറും ഡിസംബർ മാസത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. ഞാനിപ്പോൾ ഈ വാർത്ത ചെയ്യാൻ കാരണം കുന്നത്തനാട് എന്ന് പറയുന്ന 2020 സാബുവിൻ്റെ, നമ്മുടെ കിറ്റക്സ് സാബുവിൻ്റെ 2020 പഞ്ചായത്തുകളായിട്ടുള്ള കുന്നത്തനാട് മണ്ഡലത്തിലുമൊക്കെ വളരെ ഗൗരവമായി എഴുതി തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായി അത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കുന്നത്തനാട് ചുവരെഴുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ 2020 തുടങ്ങി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. ഇനി തീയതി പ്രഖ്യാപിച്ചാലുടൻ സ്ഥാനാർത്ഥികളിലെ പറഞ്ഞുകൊണ്ട് പ്രചരണം തുടങ്ങുമെന്ന് GB എബ്രഹാം 2020 മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു. 2020 വേണ്ടി വാർത്ത ചെയ്യാനല്ല ഞാനിത് ചെയ്തത്. കേരളത്തിൽ ആദ്യമായി ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വളരെ ഗൗരവമായി പ്രവർത്തനം തുടങ്ങി എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാർത്ത ചെയ്യുന്നത്. കുന്നത്തനാടിൽ വലിയ തോതിലാണ് പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. കുന്നത്തനാട്, ഐക്കരനാട്, മുഴുവന്നൂർ പഞ്ചായത്തുകളിൽ 2020 ഭരണമാണുള്ളത്. ആ പഞ്ചായത്തുകളിൽ അതുപോലെ തന്നെ പുത്തൻകുരിശ്, പിന്നെ പുത്രിക, പിന്നെ അതുപോലെ തന്നെ തിരുവാണിയൂർ, വാഴക്കുളം പഞ്ചായത്തുകൾ മുഴുവൻ സീറ്റിലും ഇക്കുറി മത്സരിക്കും. ഒരു മണ്ഡലം പിടിക്കുവാനുള്ള, ഒരു അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ സീറ്റുകളിലും മത്സരിച്ചുകൊണ്ട് അത് പിടിക്കുവാനുള്ള ശ്രമമാണ് ഭാവിയിലേക്കുള്ള. അപ്പോൾ പ്രചരണത്തിന് തയ്യാറായി ചിഹ്നം മാത്രമുള്ള ചെറിയ പ്രചരണ ബോർഡുകളും വാർഡ് തലത്തിൽ വിതരണം പൂർത്തിയായി. കുന്നത്തനാട്ടിലെ മുഴുവൻ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സീറ്റിലേക്കും മത്സരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 90% സീറ്റുകളും വനിതകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഒരു വളരെ രസകരമായ കാര്യം. നല്ലൊരു ശതമാനം സീറ്റുകളും വനിതകൾക്ക് കൊടുത്തുകൊണ്ട് സംവരണ വാർഡിൽ തീരുമാനിക്കുന്ന തൊട്ടടുത്ത ദിവസം മുതൽ പ്രചരണം കൊഴിപ്പിക്കും വിധം ആദ്യ റൗണ്ട് പ്രസ്താവനകളും ആയിട്ട് ബൂത്ത്, വാർഡ്, പഞ്ചായത്ത് തല കൺവെൻഷനുകൾ നടത്തുവാനും ഉള്ള പരിപാടികളെ പലതും പൂർത്തിയായിട്ടുണ്ട്. ഒക്ടോബർ 5 നിയോജകമണ്ഡലം പവർ കമ്മിറ്റി ഫംഗ്ഷൻ തീരുമാനിക്കും. പ്രചരണത്തിന് 50 പേരെ വീതം നിശ്ചയിച്ചിട്ടുണ്ട്. വളരെ വലിയ സന്നാഹമാണ് കിറ്റക്സ് സാബു കുന്നത്തനാട് മണ്ഡലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഗൗരവതരമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം തയ്യാറെടുക്കുമ്പോൾ ആര് നേടും, ആര് വീഴും, ആര് വാഴും, പ്രത്യേകിച്ച് NSSൻ്റെയും SNDPയുടെയൊക്കെ പുതിയ നിലപാടുകൾ വന്ന സാഹചര്യത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ രംഗം മാറാൻ പോകുന്നത് നമുക്കറിയില്ല. വളരെ കൃത്യമായി രാഷ്ട്രീയ രംഗത്തിലേക്ക് ഒരുപാട് ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് തുടർ ചലനങ്ങളാകാം. ഭൂകമ്പം എന്ന് പറഞ്ഞാൽ ഒരു ഭൂകമ്പം കൊണ്ട് നിൽക്കുന്നതല്ല രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ ഒന്ന് വന്നാൽ വീണ്ടും തുടർ ചലനങ്ങൾ ഉണ്ടാകും. അപ്പോൾ 2020 എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും വളരെ ചർച്ചാ വിഷയമാകുന്നു. കുന്നത്തനാടിൽ തുടങ്ങിയിരിക്കുന്നവർ പ്രചരണം, ഇതും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ചുവരെഴുത്തുമായി അവർ മുന്നോട്ട് വന്നെങ്കിൽ മറ്റിടങ്ങളിൽ ചുവരെഴുത്ത് തുടങ്ങിയിട്ടില്ലെങ്കിലും ബൂത്ത്, വാർഡ് തല കൺവെൻഷനുകളും പ്രചരണ പരിപാടികളും ധാരാളമായി എല്ലാവരും ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി 2 മാസക്കാലം, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസക്കാലം കേരളത്തിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്സവ ആഘോഷമാണ്.